ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയാണെങ്കിൽ ആ ഗുണ്ടയോട് ബോംബുണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, ചന്ദ്രികയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഇത് പോലീസ് കേസായി കഴിഞ്ഞാൽ എന്താ പറയാന്നൊക്കെ. അപ്പോൾ മേഘ അയാളോട് പറയാണ്, അതിന് ബോംബ് പൊട്ടിയിട്ടാണ് അവർ മരിച്ചതെന്നല്ല ഞാൻ പറഞ്ഞുണ്ടാക്കുക, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടാണ് മരണം സംഭവിച്ചതെന്നാണ് ഞാൻ പറഞ്ഞുണ്ടാക്കുക. കാരണം ആ കുടുംബത്തിൽ ഒരാൾ പോലും ബാക്കി ഉണ്ടാവില്ല, വീടടക്കം കത്തിച്ചാമ്പലാവുമല്ലോ. എന്താ മേഡം നിങ്ങൾ ഈ പറയുന്നത്? അതൊക്കെ ഞാൻ സംസാരിച്ച് ശരിയാക്കിക്കോളാം, അതൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് ബോംബുണ്ടാക്കിയിട്ട് കൊണ്ടുത്തരൂ. അത് വെച്ചിട്ട് 2 മണിക്കൂറിനുള്ളിൽ ആ ബോംബ് പൊട്ടിയിരിക്കണം. ശരി മാഡം, വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും ഇതേ സ്ഥലത്തേക്ക് ഞാൻ വന്നോളാം. ശരി, നീ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ടൈം ബോംബ് തേങ്ങയ്ക്കുള്ളിൽ വെച്ചിട്ട് കൊണ്ടുവന്ന് തരൂ. ശരി മാഡം, ഞാനെങ്കിൽ ഇപ്പോൾ പോയിട്ട് വേഗം തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. മേഘയുടെ മുഖത്തൊരു ഗൂഢമായ ചിരിയുണ്ടായിരുന്നു. അതേസമയം ആ ചെറിയ വീട്ടിലാണെങ്കിൽ മുത്തശ്ശി നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത്, എവിടെയോ പോവാൻ തയ്യാറായെന്ന പോലെ. അപ്പോൾ മനോഹരം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, ഇതെന്താ പട്ട് സാരി, മുല്ലപ്പൂ, എവിടെയോ പോവാനുള്ള ഒരുക്കാണെന്ന് തോന്നുന്നത്. അപ്പോൾ അവർ സന്തോഷത്തോടെയാണ് പറയുന്നത്, ചന്ദ്രികയും സിദ്ധുവും ഇവിടെ വന്നിട്ട് ക്ഷണക്കത്ത് തന്നിട്ട് നിശ്ചയത്തിന് നമ്മളെ വിളിച്ചതല്ലേ. ആ, പോകാതിരുന്ന അവരെന്താ വിചാരിക്കുക? അപ്പോൾ മനോഹരം ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്നോട് പറഞ്ഞാൽ ഞാൻ വരില്ല എന്നാണോ കരുതിയത്? ഞാൻ പോകുന്നതിന് തന്നെ മേഘ ആകാശം തിരിച്ചിടും. ഇനി നീ കൂടി വന്നെന്ന് കേട്ടാ കാലിൽ ചിലങ്ക കെട്ടിയിട്ട് ഇവിടുന്ന് താണ്ഡവമാടലായിരിക്കും. അതുകൊണ്ട് നീ കൂടി വരണോടാ. അപ്പോൾ മനോഹരം പറയാണ്, ചേച്ചി വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് 1 മാസത്തിന് മുകളിലായി. എന്തായാലും അവിടെ ഫംഗ്ഷൻ നടക്കുമല്ലേ, അപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ ചേച്ചി. അതുകൊണ്ട് ഞാനും വരാം ചേച്ചി. നീ വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മേഘയോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് വരുന്നതല്ലേ നല്ലത്. അല്ല ചേച്ചി, ചേച്ചി പോവാന് മേഘയുടെ സമ്മതം വേണ്ട, ഞാൻ മാത്രം വരുന്നതിന് മേഘയുടെ സമ്മതം വേണം അല്ലേ? ഞാൻ ചോദിച്ചാലും മേഘ സമ്മതിക്കൊന്നുമില്ല. മേഘ വരുമ്പോഴേക്കും ഞാനും കൂടെ വന്നിട്ട് നമുക്ക് 2 പേർക്കും വേഗം പോയി വരാം. ആ ശരി ശരി, വേഗം ഇറങ്ങാൻ നോക്ക്, മേഘ വരുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് വരാം. ആ ശരി ചേച്ചി, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് സൂപ്പറായിട്ട് വരാം എന്നും പറഞ്ഞ് മനോഹരം വേഗം തന്നെ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നു. എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മേഘയുടെ ബാഗ് തുറന്നിട്ട് അതിൽ നിന്നും പെർഫ്യൂം എടുത്ത് അടുക്കുകയാണ്. എടാ മനോഹര, നിന്റെ കയ്യിൽ പെർഫ്യൂം ഒക്കെ ഉണ്ടോ? ചേച്ചി സന്തോഷത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹരം പറയുന്നുണ്ട്, ഇത് എൻ്റെതല്ല ചേച്ചി, ഇത് മേഘയുടേതാണ്. കല്യാണ നിശ്ചയത്തിന് പോകുമ്പോൾ നമ്മളെയും ഗെറ്റായിട്ട് മണക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. എന്നാ ചേച്ചിയും കൂടെ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്കും കൂടെ അടിച്ചു കൊടുക്കുകയാണ് സ്പ്രേ. മനോഹരനെ അടിച്ചു കൊടുത്തിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട്, ചേച്ചി ചേച്ചിയുടെ സാരി മുഴുവൻ അടിക്കണമെങ്കിൽ പുതിയ സ്പ്രേ വാങ്ങിക്കേണ്ടി വരും, എന്നാ ചേച്ചി തന്നെ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് അവർ പരിഭവത്തോടെ പറയുന്നുണ്ട്, എടാ നോക്ക്, അവൾക്ക് വേണ്ടുന്ന എല്ലാം വാങ്ങിക്കുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മേഘ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മേഘയാണെങ്കിൽ അവർ കണ്ടതുമില്ല, അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും സ്പ്രേ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് മേഘ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ, എന്തിനാ എൻ്റെ പെർഫ്യൂം എടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്നത്? അപ്പോൾ അവരറിയാത്തതുപോലെ സംസാരിക്കുകയാണ്, ഇത് നിൻ്റെ പെർഫ്യൂം ആയിരുന്നോ? മനോഹരൻ ഇത് അവൻ്റെതാണെന്നാണല്ലോ പറഞ്ഞത്. അത് കേട്ടപ്പോൾ മനോഹരൻ ഇങ്ങനെ ചേച്ചിയെ നോക്കുകയാണ്. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നൊരർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പെർഫ്യൂം എടുത്ത് അടിച്ചത്. ചേച്ചി എന്താ പറഞ്ഞത്? ഇത് എൻ്റെ പെർഫ്യൂമാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ അതെ, നീയല്ലേ ഇത് നിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നത്. അമ്പടി, ചേച്ചി മേഘയെക്കാളും സൂപ്പറാണ്. അവരിങ്ങനെ ചമ്മലോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മേഘയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹരനും കൂടെ പറയുന്നുണ്ട്, മേഘയെ കണ്ടപ്പോൾ തന്നെ പ്ലേറ്റ് തിരിച്ചിട്ടു അല്ലേ? പെട്ടെന്നാണ് മേഘ സംശയത്തോടെ ചോദിക്കുന്നത്, അല്ല നിങ്ങൾ 2 പേരും റെഡിയായിട്ട് എങ്ങോട്ടേക്ക് പോവുകയാണ്? അത് കേട്ടപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പതറി നിൽക്കുകയാണ്, എന്താ പറയാന്ന് വിചാരിച്ച്. പക്ഷെ മനോഹരൻ എപ്പോഴും പോലെയുള്ള തന്നെ മണ്ടത്തരം പെട്ടെന്ന് തന്നെ വിളിച്ചു പറയാണ്, നിനക്ക് അറിയില്ലേ മേഘ, കല്യാണ നിശ്ചയത്തിന് പോവാണ്. അയ്യോ, ഇവൻ തൊലച്ചു. മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും മേഘ ദേഷ്യത്തോടു കൂടിയാണ് മനോഹരനെ നോക്കുന്നത്. എന്താ പറഞ്ഞത്? കല്യാണ നിശ്ചയത്തിനോ? ആരുടെ കല്യാണ നിശ്ചയത്തിന്? മേഘ കൈകെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്. അല്ല മേഘ, നീ എന്താ അറിയാത്ത പോലെ പറയുന്നത്? സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും എൻഗേജ്മെൻറ്റിന് പോകുന്നത്. അപ്പോൾ മുത്തശ്ശിയോട് പറയാണ്, ആ സ്പ്രേ ബോട്ടിൽ ഇങ്ങോട്ട് താന്ന്. ആ കൊടുക്ക് ചേച്ചി, അവൾ കൂടെ അടിച്ചിട്ട് അവളും കൂടെ നമുക്കൊപ്പം വന്നോട്ടെ. അത് പറഞ്ഞു തീർന്നത് മേഘ അത് വാങ്ങിച്ചിട്ട് മനോഹരൻ്റെ തലക്കിട്ട് അത് വെച്ച് നന്നായിട്ട് അടി കൊടുക്കുകയാണ്. അയ്യോ മേഘ 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 മേഘ,
മുത്തശ്ശി വിചാരിച്ചു, ഇവന് കിട്ടേണ്ടത് തന്നെ. ഇങ്ങനെയും വിഡിത്തരം വിളിച്ച് പറയാൻ പാടുണ്ടോ? മേഘ അറിയാതിരിക്കാനാണ് അവൾ വരുന്നതിന് മുന്നേ പോയി വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പം മേഘയോട് തന്നെ ഡയറക്റ്റ് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മേഘ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും നിശ്ചയത്തിന് പോകുന്നത്? മുത്തശ്ശി, നിങ്ങളും സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണ നിശ്ചയത്തിന് പോകാൻ ഒരുങ്ങിയതാണോ? അപ്പോഴേക്കും മുത്തശ്ശി നേരത്തെ പോലെ തന്നെ പ്ലേറ്റ് മാറ്റി. അയ്യയ്യോ, ഞാൻ അവിടേക്കൊക്കെ പോവോ മേഘ? ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാൻ ഒരുങ്ങിയതാ മേഘ. അത് കേട്ടതും മനോഹരൻ അന്താളിച്ച് ചോദിക്കുകയാണ്, എന്ത്, ക്ഷേത്രത്തിലേക്കോ? അതേടാ, ഞാൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? മുത്തശ്ശി പെട്ടെന്ന് തന്നെ നാവിൻ തുമ്പിൽ വന്നൊരു കള്ളം പറഞ്ഞതാണ്. എന്നിട്ട് മനോഹരൻ അത് പുറത്ത് പറയുമെന്ന് പേടിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും മനോഹരൻ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി, എന്തിനാ ചേച്ചി ഇങ്ങനെ കള്ളം പറയുന്നത്? മേഘ രണ്ടുപേരെയും മാറി മാറി നോക്കിയപ്പോൾ മനോഹരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘ, ചേച്ചിയാണ് സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും നിശ്ചയത്തിന് പോയി റെഡിയായിട്ട് വാടാ എന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ നിന്നെ കണ്ടപ്പോൾ പ്ലേറ്റ് മാറ്റുവാണ്. അത് മാത്രമല്ല, അറിയുകയും കൂടെ ചെയ്യില്ലാത്ത എന്നെ എന്നോട് പറഞ്ഞു അവിടെ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാവും, നീയും പോയി മാറ്റിയിട്ട് വാടാന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ എത്തിച്ചത് ചേച്ചിയാണ്. എന്നിട്ട് ഇപ്പം എത്ര പെട്ടെന്നാ പ്ലേറ്റ് മാറ്റുന്നേ നോക്ക്. അയ്യോ മുത്തശ്ശി, മേഘ ദേഷ്യത്തോടെ വിളിക്കുകയാണ്. മേഘ തുറിച്ച് നോക്കുന്ന കണ്ടപ്പോൾ മുത്തശ്ശി പേടിയോടെ പറയാണ്, മേഘ, എന്നെ ഇങ്ങനെ നീ നോക്കല്ലേ മോളെ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. മനോഹരനും പറയുന്നുണ്ട്, അതേ മേഘ, പ്രേതത്തിനെ TV-യിൽ കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് നേരെ കാണുന്നത്. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ്. അവൾ മനോഹരനോട് പറയുന്നുണ്ട്, മിണ്ടാതെ നിൽക്ക്, എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രേതത്തെ പോലെയാണ് തോന്നുന്നത്. പക്ഷെ മനോഹരൻ പറയുന്നുണ്ട്, പ്രേതത്തെ പോലെയല്ല മേഘ, പ്രേതം തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ കാണുമ്പോൾ കോമഡി ആയിട്ടാണോ തോന്നുന്നത്? കോമഡിയോ? നിന്നെ பார்த்தா ടെററാണ് മേഘ. നിന്നെ കാണുമ്പോൾ തന്നെ കൈയും കാലൊക്കെ വിറക്കുവാണ്. അതേ മേഘ, മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിനയമാണ്. എന്നെ പേടിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഞാൻ അറിയാതെ എനിക്ക് ഇഷ്ടമില്ലാത്ത ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും എൻഗേജ്മെൻറ്റ് നിങ്ങൾ രണ്ടുപേരും പോകുമായിരുന്നോ? എങ്ങോട്ടും പോവണ്ട, അനങ്ങാതെ ഈ വീട്ടിനകത്ത് നിൽക്കാൻ നോക്ക്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. മേഘ തിരിഞ്ഞ് നടക്കുമ്പോഴേക്കും മനോഹരൻ പറയുന്നുണ്ട്, മേഘ 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 മേഘ, മാമൻ വായിക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് മാസമായി മോളെ. ഇന്നൊരൊറ്റ ദിവസം മഹേന്ദ്രൻ്റെ വീട്ടിൽ പോയിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ മോളെ, പ്ലീസ് മോളെ. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ ആ നിശ്ചയം പോലും നടക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടുപേരും ഈ വീടിൻ്റെ മുറ്റത്ത് പോലും ഇറങ്ങാൻ പാടില്ല. ഇനി അങ്ങനെ പോയിന്ന് വെക്ക്, പിന്നെ പോയ പോക്കായിരിക്കണം, അല്ലാതെ പിന്നെ ഇവിടെ കാണാൻ പാടില്ല. മേഘ ദേഷ്യത്തോടെ രണ്ടുപേരും ഷൗട്ട് ചെയ്യാണ്. ഒന്നുകിൽ അവിടുത്തെ ഭക്ഷണമാണോ വലുത് അതോ ഈ മേഘയാണോ വലുത് എന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുക എന്നും പറഞ്ഞ് പെർഫ്യൂം അവിടെ വലിച്ചു തന്നിട്ട് മേഘ പുറത്തേക്ക് പോവാണ്. ചേച്ചി, മേഘയെ അടിച്ചിട്ട് നമുക്ക് പോയാലോ? എടാ മനോഹര, നിനക്ക് അവളെ തല്ലാനുള്ള ഗഡ്സ്, തിരിച്ചു തല്ലാനുള്ള ഗഡ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് അവൾ തല്ല് താങ്ങാൻ പോലും ആവില്ലടാ. ചേച്ചി, പ്രേതം നമ്മളെ അടിച്ചാ ആരെ കൊണ്ടും ആ അടി താങ്ങാനാവില്ല. ഇപ്പോൾ നിങ്ങളുടെ കൊച്ചുമോള് മുഴുവനായിട്ടും പ്രേതമായിട്ടാണ് ഉള്ളത്. നീ പറഞ്ഞത് ശരിയാണെടാ. ഇങ്ങോട്ട് നോക്ക്, നമ്മളെ രണ്ടുപേരെയും അവളുടെ അടുത്ത് നിന്ന് ഇനി ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇനി എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. മനോഹരനും സങ്കടമാവുന്നുണ്ട്, നല്ലൊരു ഭക്ഷണം മിസ്സാവുന്നതുകൊണ്ട്. അത്രേ ഉള്ളൂ ചേച്ചി, അത്രേ ഉള്ളൂ. പോയി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കാൻ നോക്ക്. ചേച്ചി, ഒരു നിമിഷം, ഞാൻ പോയിട്ട് മേഘ പോയോന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മനോഹരൻ പോയിട്ട് മുൻഭാഗത്തൊക്കെ നോക്കുകയാണ് മേഘയെ. ആ സമയത്ത് മേഘയെ അവിടെയൊന്നും കാണുന്നില്ല. മനോഹരൻ സന്തോഷത്തോടെ വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി വാ, മേഘയില്ല, അവൾ എവിടെയോ പോയി എന്നാണ് തോന്നുന്നത്, നമുക്ക് മേഘ വരുമ്പോഴേക്കും വേഗം തിരിച്ചു വരാം എന്നും പറഞ്ഞിട്ട് ചേച്ചിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ നോക്കുവാണ് ചന്ദ്രികയുടെ വീട്ടിലേക്ക്. പക്ഷേ പുറത്തിറങ്ങാൻ നേരത്ത് കൃത്യം മേഘ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വേഗം വാ ചേച്ചി, വേഗം വാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരൻ വേഗം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും മേഘയുടെ മുന്നിലാണ് പെട്ടത്. മേഘയാണെങ്കിൽ കയ്യിൽ താക്കോല് കറക്കിക്കൊണ്ടാണ് വരുന്നത്. അയ്യോ പെട്ടടാ പെട്ട്, ഇനി എന്താ ചേച്ചി ചെയ്യുക? രണ്ടുപേരും ഇങ്ങനെ പിറുപിറുക്കുകയാണ്. മേഘയാണെങ്കിൽ അവർ പോകാൻ വേണ്ടി ശ്രമിച്ചത് കണ്ടുപിടിച്ചു എന്നുള്ളൊരു ഭാവത്തിലാണ് നിൽക്കുന്നത്. എങ്ങോട്ടേക്ക് പോവുക രണ്ടുപേരും? അല്ല മേഘ, അടുത്ത വീട്ടിൽ കയറ്, അകത്തേക്ക് കയറ് മേഘ, പ്ലീസ് മേഘ, പറയുന്ന കേൾക്ക്, കയറാൻ എന്ന് പറഞ്ഞിട്ട് മേഘ രണ്ടുപേരെയും പിടിച്ച് വീട്ടിനകത്തേക്ക് കയറ്റുവാണ്. എന്നിട്ട് അവർ പോലും പ്രതീക്ഷിക്കാതെ മേഘ വീടിൻ്റെ വാതിൽ പുറത്തു നിന്നും പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താക്കോലാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും അകത്ത് നിന്ന് ഇങ്ങനെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മേഘ തുറക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മേഘ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അവസാനം മേഘ രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, കല്യാണ നിശ്ചയം കഴിയുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ടാവണം. എന്താ ചേച്ചി മേഘ ഇങ്ങനെ ചെയ്തത്? മേഘ തുറക്ക് മേഘ എന്നിങ്ങനെ മനോഹരൻ വീണ്ടും വീണ്ടും വാതിലിൽ മുട്ടുകയാണ്. അപ്പോഴേക്കും മേഘ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പം ചേച്ചിയും പറയാണ്, അതായത് മുത്തശ്ശി മനോഹരനോട് പറയാണ്, അവൾ പോയിട്ടുണ്ടാവിടാ, വിട്ടേക്ക്. ഇങ്ങനെ വീട്ടിനകത്ത് പൂട്ടിയിട്ട് പോകുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മുത്തശ്ശി മനോഹരനോട് പറയാണ്, ചേച്ചി ഇനി ഒരു സംശയവും വേണ്ട ചേച്ചി, മേഘ പൂർണ്ണമായിട്ടും പിശാചായി കഴിഞ്ഞു. നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അവർ രണ്ടുപേരും വിഷമത്തോടു കൂടി അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം ചന്ദ്രികയുടെ വീട്ടിലാണെങ്കിൽ കല്യാണ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹേന്ദ്രനും ലക്ഷ്മിയും പുറത്ത് നിന്നിട്ട് അകത്തേക്ക് വരുന്ന ആളുകളൊക്കെ പത്രമൊക്കെ കൊടുത്ത് ക്ഷണിച്ച് അകത്തേക്ക് സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ അകത്താണെങ്കിൽ കല്യാണ നിശ്ചയത്തിന് വേണ്ടുന്ന ആ ഒരു പൂജാരി മന്ത്രവും കാര്യങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. എല്ലാവരും കുടുംബത്തോടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂജയൊക്കെ ചെയ്തതിന് ശേഷം ചന്ദ്രികയും സിദ്ധുവിനെയും വിളിക്കാൻ വേണ്ടി പറയുകയാണ്. ചന്ദ്രികയെ വിളിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയും അതുപോലെ സിദ്ധുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആരതിയും ആകാശവുമാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് സിദ്ധാർത്ഥാണെങ്കിൽ റെഡിയായിട്ട് ഇങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് അവർ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. മനസ്സ് നിറയെ സന്തോഷമാണല്ലോ. അപ്പോൾ വാസുദേവനാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അവസാനം സിദ്ധാർത്ഥ് ഗെറ്റായിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട് സിദ്ധു, വാസു പറയാണ്. നീ എപ്പോഴും സുന്ദരനല്ലേ സിദ്ധു? അതൊക്കെ കേട്ട് സിദ്ധു ഇങ്ങനെ അഭിമാനത്തോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആരതി വന്നിട്ട് പറയുന്നുണ്ട്, സിദ്ധു നിന്നെ താഴ്ത്തു നിന്ന് ഗുരുക്കൾ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, വാ. അപ്പോൾ വാസു മകനോട് പറയുന്നുണ്ട്, സിദ്ധു വേഗം തന്നെ താഴേക്ക് പോ, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണം. സിദ്ധു ചമ്മലോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ആരതി അത് കണ്ട് കളിയാക്കുന്നുണ്ട്. അധികം നാണമൊന്നും വേണ്ട, വരാൻ നോക്ക് ഡി എന്ന് പറഞ്ഞിട്ട് അവളെ നുള്ളുവാണ്. അങ്ങനെ എല്ലാവരും കൂടെ താഴേക്ക് പോകുന്നുണ്ട്. അതേസമയം ചന്ദ്രികയുടെ കൂട്ടുകാരികളായിട്ടുണ്ടായിരുന്ന ഗീതയും വേറൊരു പെൺകുട്ടിയും ചേർന്നിട്ടാണ് ചന്ദ്രികയെ അണിയിച്ചൊരുക്കുന്നത്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മതി, അവൾക്ക് നാണാവുകയാണ്. അപ്പോൾ അവൾ കൂട്ടുകാരി പറയുന്നുണ്ട്, കണ്ണാടിയിലേക്ക് നോക്ക്. അപ്പോൾ ഗീത പറയാണ്, ചന്ദ്രിക ഈ ഡ്രസ്സിൽ നീ വളരെയധികം സുന്ദരിയാണ്, നിനക്കറിയുമോ? അതൊക്കെ കേൾക്കും തോറും ചന്ദ്രികയുടെ നാണം കൂടുവാണ്. മിണ്ടാതെ നിൽക്ക്. ഏയ് ചന്ദ്രികയുടെ നാണം നോക്കടി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെൽഫി എടുത്താലോ? ഗീത ചോദിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാടി? ചന്ദ്രിക ആകെ നാണത്തെ കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗീത പറയുന്നുണ്ട്, ഈ സമയത്തൊരു സെൽഫി എടുത്താ ആ ഫോട്ടോ നോക്കിയാൽ നിനക്ക് മനസ്സിലാവും നീ എത്രത്തോളം നാണത്തിലാണുള്ളതെന്ന്. അവർ 3 പേരും ചേർന്നിട്ട് സെൽഫി എടുത്ത് അതിൽ ചന്ദ്രിക നല്ല നാണത്തോടു കൂടി തന്നെയാണ് ഉള്ളത്. അതേസമയം ആകാശും ആരതിയും വാസുവും ഒക്കെ ചേർന്നിട്ട് സിദ്ധാർത്ഥിനെ താഴേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹാളിൽ എല്ലാവരെയും കണ്ടപ്പോൾ സിദ്ധാർത്ഥ് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. സിദ്ധു അവിടെ എത്തിയ സമയത്ത് ഗുരുക്കൾ പറയുന്നുണ്ട് സഭയ്ക്ക് നമസ്കാരം പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. സിദ്ധാർത്ഥ് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടായിട്ട് നമസ്കാരം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അതേസമയം ലക്ഷ്മി ചന്ദ്രികയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു ആൻറ്റി, കൂട്ടുകാരികളാണ് മറുപടി പറയുന്നത്. ഗുരുക്കൾ നിന്നോട് പോവാൻ പറഞ്ഞു, താഴേക്ക് കൂട്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞു, വാ പോവാം. അപ്പോൾ ചന്ദ്രിക എഴുന്നേൽക്കുകയാണ്. താഴെ എല്ലാവരും ചന്ദ്രികയെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മിയും കൂട്ടുകാരികളും ചേർന്നിട്ട് ചന്ദ്രികയെ അണിയിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ചന്ദ്രികയെ കണ്ട സമയത്ത് സിദ്ധുവിൻ്റെ കിളി മൊത്തം ഒന്നിച്ച് പറന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രയധികം സുന്ദരിയായിട്ടാണ് ചന്ദ്രിക വരുന്നത്. സിദ്ധു പ്രതീക്ഷിച്ചതിലുമേറെ. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു പ്രണയഗാനം പാടുന്നുണ്ടായിരുന്നു. ചന്ദ്രിക വരുന്നത് നോക്കി അഹങ്കാരത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് സിദ്ധാർത്ഥ് ഇരിക്കുന്നത്. ചന്ദ്രിക അടുത്തെത്തിയ സമയത്ത് അത് മാറി പ്രണയത്തോടെയുള്ള നോട്ടായി. ചന്ദ്രികയാണെങ്കിൽ എല്ലാവർക്കും മുന്നിൽ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു ചമ്മലോടെയും നാണത്തോടെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഗുരുക്കൾ ചന്ദ്രികയോടും പറയുന്നുണ്ട് സഭയിലിരിക്കുന്ന എല്ലാവരോടും നമസ്കാരം പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി. ചന്ദ്രികയും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അവർ രണ്ടുപേരും ചന്ദ്രികയും സിദ്ധാർത്ഥും പരസ്പരം കണ്ണുകൾ കൊണ്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം മേഘ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗുണ്ട മേഘ പറഞ്ഞത് പ്രകാരം തേങ്ങയ്ക്കുള്ളിൽ ബോംബ് സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അയാൾ തന്നെ നിർമ്മിക്കുന്ന ബോംബായിരുന്നു അത്. തേങ്ങയ്ക്ക് അകത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് പശയൊക്കെ വെച്ച് അയാൾ തേങ്ങയ്ക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു കട്ട് ചെയ്തതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ കൃത്യമായിട്ട് അതൊക്കെ വർക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ തന്നെ അത് എടുത്തു വെച്ചിട്ട് നോക്കുവാണ്. പാവം, ഈ ഒരു തേങ്ങ കാരണം ഒരു കുടുംബത്തിലുള്ള എത്ര പേരാണ് മരിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അതിനുശേഷം അയാൾ അതൊരു പെട്ടിയിലാക്കുവാണ്. അതേസമയം ഗുരുക്കൾ പറയുന്നുണ്ട് കല്യാണച്ചക്കൻ്റെ അച്ഛനും അമ്മയും അയാൾക്കൊപ്പം ചേർന്നിരിക്കാൻ വേണ്ടി. പക്ഷെ അത് കേട്ട സമയത്ത് ജാനകിയുടെ മുഖത്താകെ ദേഷ്യം നിറയാണ്. കാരണം വാസുദേവനൊപ്പമാണ് സിദ്ധാർത്ഥിനരികിലായിട്ട് നിൽക്കേണ്ടത്. ആ ഒരു സഭ കുറച്ചു നേരത്തേക്കൊന്ന് നിശ്ചലായിട്ടുണ്ടായിരുന്നു. കാരണം വാസുദേവൻ ഇരിക്കുന്നത് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ദേഷ്യമുണ്ട് വാസുദേവനോട്. പക്ഷേ ഈ ഒരു സ്ഥാനത്ത് അയാളെ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാനും സാധിക്കില്ല. കാരണം സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ വാസുദേവനാണല്ലോ.
സിദ്ധു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വാസുദേവൻ ഇരിക്കാൻ മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അച്ഛാ ഇരിക്കച്ചാ. വേണ്ട, കുഴപ്പമില്ല. വാസു മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആരതിയും പറയുന്നുണ്ട്, അച്ഛാ ഇരിക്കേ. പിന്നെയും സിദ്ധാർത്ഥ് പറയുന്ന സമയത്ത് വാസുദേവൻ അവൻ്റെ അടുത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി പെണ്ണിൻ്റെ അച്ഛനും അമ്മയും പെണ്ണിനടുത്തായിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മിയും വന്നിട്ട് ചന്ദ്രികയുടെ അടുത്തായിട്ട് ഇരിക്കുകയാണ്. പെണ്ണും ചെക്കനും ഇനി ഞാൻ പറയുന്ന മന്ത്രങ്ങൾ കേൾക്കുന്നതിനനുസരിച്ചിട്ട് ആ അഗ്നിയിലേക്ക് ഒരു സാധനം ഇടാൻ വേണ്ടി കൊടുക്കുകയാണ്. ആ സമയത്തും നേരത്തെ പോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു പ്രണയഗാനാണ് പാടുന്നത്. ഗുരുക്കൾ പ്രാർത്ഥന ഉരുവിടുന്ന നേരത്ത് അദ്ദേഹം പറഞ്ഞതൊക്കെ ചന്ദ്രികയും സിദ്ധുവും ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം പ്രണയത്തോടെ നോക്കിക്കൊണ്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അതേസമയം ആ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂജാരി രണ്ടുപേരുടെയും അച്ഛനോടും അമ്മയോടുമായിട്ട് കല്യാണച്ചക്കനുള്ള ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടും ചന്ദ്രികയുടെ അച്ഛനോടും അമ്മയോടും അതുപോലെ ചന്ദ്രികയ്ക്കുള്ള ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി സിദ്ധുവിൻ്റെ അച്ഛനോടും അമ്മയോടും പറയുകയാണ്. അങ്ങനെ അതുപ്രകാരം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കുള്ള കല്യാണ നിശ്ചയത്തിലുള്ള ഡ്രസ്സുകൾ പരസ്പരം കൈമാറുന്നുണ്ട്. വാസുവും ജാനകിയും ചേർന്നിട്ട് ചന്ദ്രയ്ക്ക് കൊടുത്ത സമയത്ത് ചന്ദ്രയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. കാരണം എല്ലാ അർത്ഥത്തിലും അവളെ മരുമകളായിട്ട് അംഗീകരിച്ചല്ലോ. അതിനുശേഷം പൂജാരി രണ്ടുപേരോടുമായിട്ട് ആ ഡ്രസ്സ് മാറ്റിയിട്ട് വീണ്ടും വരാൻ വേണ്ടി പറയാണ്. അവർ പരസ്പരം കണ്ണുകൾ കൊണ്ട് നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മിയും ചന്ദ്രികയുടെ കൂട്ടുകാരികളും അവൾക്കൊപ്പമായിട്ടും ആരതിയൊക്കെ ചന്ദ്രികക്കൊപ്പമായിട്ടും അതുപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെ കൂടെ വാസുദേവനും ആകാശമൊക്കെ ചേർന്നിട്ട് രണ്ടുപേരും രണ്ട് ഭാഗത്തോട്ടായിട്ട് ഡ്രസ്സ് മാറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെയാണ് ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടുന്നത് ഡിലേ ആവുന്നതും അതുപോലെ തന്നെ ഒരുപാട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വരുന്നു എന്നുള്ളത്. കുട്ടികളത് കാരണം നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ഫോൾട്ടാണൊന്നും തോന്നരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.